ലിസ്റ്റിനുമായിട്ടൊന്ന് കൈകോർക്കാം, അല്ലെങ്കിൽ ലിസ്റ്റിനുമായിട്ട് ചേർന്ന് പോകുന്നത് ഈ സിനിമയ്ക്കൊന്ന് തീരുമാനിക്കാൻ കാരണം? ലിസ്റ്റിന്റെ തുടക്ക സിനിമ ട്രാഫിക് ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞാൻ ലിസ്റ്റിനെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അതിനുശേഷം ഹൗൾഡാരി പോലുള്ള സിനിമകളുണ്ട്, സാഹിത്യമുണ്ട്. അത് വിജയിച്ച സിനിമകൾ മാത്രമല്ല, പരാജയപ്പെട്ട സിനിമകൾ അതിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വിജയിച്ച സിനിമകൾ മാത്രം കണക്കിലെടുത്തിട്ടാണ് ഈ കൂട്ടായ്മ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ധാരണയാണ്. പരാജയപ്പെട്ട സിനിമകളുണ്ട്, നല്ല അഭിപ്രായം കിട്ടിയിട്ട് പരാജയപ്പെട്ട സിനിമകളുണ്ട്, അഭിപ്രായം കിട്ടാതെ പരാജയപ്പെട്ട സിനിമകളുണ്ട്, വിജയിച്ച സിനിമകൾ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സിനിമകൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് നല്ല സിനിമകൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്താണ് ഈ ഒരു സിനിമയുമായിട്ട് ഞാൻ ഒത്തുചേരുന്നത്. അത് അഭിനേതാവ് എന്നുള്ള രീതിയിൽ, അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലും ആദ്യമായിട്ട് ഒത്തുചേരുന്നു എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ലിസ്റ്റിൽ നിന്നുള്ളൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ബിസിനസ്മാനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ആക്ടറിന്റെ മാർക്കറ്റബിലിറ്റി നോക്കിയിട്ടൊന്നും അല്ല ഇത് സംഭവിക്കുന്നത്. നല്ല സിനിമ ഉണ്ടാവണം, അപ്പൊ അതിന് ഉള്ള സാഹചര്യങ്ങൾ, ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളൊരു ഒരു ആഗ്രഹത്തിന് പുറത്തും ഒരു വിശ്വാസത്തിന് പുറത്തും ഒരു നല്ല സിനിമയായിട്ട് മാറും എന്നുള്ളൊരു ഒരു തോന്നലുമാണ് ശരിക്കും ഈ ഒരു കൂട്ടായ്മയ്ക്ക് കാരണമായത്. ഈ സിനിമയുടെ ജയപരാജയങ്ങൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബാധകമാകുമെന്നുള്ളത് അതൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയങ്ങളും പരാജയങ്ങളും ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒന്നിച്ചുള്ള യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടി ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെ ആവട്ടെ, അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഫാക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ ജയപരാജയങ്ങൾക്കപ്പുറം നല്ല സിനിമകൾക്ക് വേണ്ടി വീണ്ടും ഒന്ന് ചെയ്യും. താങ്ക് യു. ട്രെയിലർ നോക്കുവാണെങ്കിൽ ഇവരൊരു ചിരിക്കകത്താണെങ്കിൽ പോലും ചാക്കോച്ചൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ചിരി വരെ. ഓൾസോ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ പുതുമയായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും ഈ സിനിമയിൽ ചാക്കോച്ചൻ ചെയ്യുന്നത്? ചാക്കോച്ചൻ ഇതുവരെ ചെയ്യാത്തതായിട്ടുള്ള എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഇതില് ശരിക്കും രതീഷ് പൊതുവാൾ എന്നൊരു ഡയറക്ടറിന്റെ ഒരു ക്രിയേറ്റീവ് സൈഡ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം എന്റെ കഥാപാത്രം മാത്രമല്ല, ഇതിലുള്ള എല്ലാവരുടെയും, ഇപ്പോൾ സച്ചിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ദിലീഷിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും, ഈവൻ ജാഫറിന്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും, എല്ലാവരുടെയും അപ്പിയറൻസുകളിൽ തന്നെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവര് അവതരിപ്പിക്കുന്ന രീതികളാണെങ്കിലും, അവർ പെർഫോം ചെയ്യുന്ന രീതികളാണെങ്കിലും, അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതില് സച്ചിന്റെ ക്യാരക്ടർ ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. അപ്പോൾ അതില് സജിൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ വായുവിൽ എഴുതും. സാധാരണ നമ്മള് സാറുമാരെ പഠിപ്പിക്കുമ്പോൾ എഴുതുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി എഴുതും. അപ്പൊ ഞാൻ രതീഷിനോട് ചോദിച്ചു, അത്രയ്ക്കങ്ങ് വേണം, അത്ര ഡീറ്റെയിലിംഗ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. ഈ അടുത്ത് എൻ്റെ മദറിലോ, പ്രിയയുടെ അമ്മ വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരി ബയോളജി ടീച്ചറായിരുന്നു. അപ്പൊ ഞാൻ എന്തോ പുള്ളിക്കാരിയോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി ഉത്തരം പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ എഴുതുന്നു. അതായത് മേശപ്പുറത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരുടെ മടിയിലൊക്കെ ഇങ്ങനെ എഴുതാണ് സംസാരിക്കുന്ന കുറിച്ച്. അപ്പൊ അങ്ങനെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്യാരക്ടറിന്റെയും മാനറിസംസും ക്യാരക്ടറൈസേഷൻസിന്റെ ഓരോ ന്യൂആൻസസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു ഡയറക്ടറാണ് രതീഷ് പൊതുവാൾ. അത് എല്ലാ കഥാപാത്രങ്ങളിലും അങ്ങനത്തെ ഡീറ്റെയിലിങ്ങുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ക്യാരക്ടേഴ്സിന്, ആൾക്കാരുടെ ചെറിയ ചെറിയ ക്യാരക്ടറൈസേഷൻസ് പോലും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് വളരെ ഓർഗാനിക് ആയിട്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഇതിലുണ്ട്. പിന്നെ ഇതിലൊക്കെ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു ഗൗരവം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറെ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ എന്റെ സേതു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആരോഗ്യ മേഖലയിലെ ഒരു ഓഫീസ് ബോയ് ആണ്, ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷെ പുള്ളി ചെയ്യാത്ത ജോലികളില്ല. പുള്ളിയെ എല്ലാ തരത്തിലും എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്യാറുണ്ട്. ജോലി സ്ഥലത്താണെങ്കിലും, സുഹൃത്തുക്കളാണെങ്കിലും, അല്ലെങ്കിൽ പരിചയക്കാരാണെങ്കിലും, ബന്ധുക്കളാണെങ്കിലും എല്ലാവരും ചൂഷണം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി, ഒരു മേഖലയിലുള്ള ഒരാളുടെ ഒരു സമൂഹത്തിലെ ഒരു സ്ട്രാറ്റയുടെ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് ചിലപ്പോൾ ചെയ്യുന്നത്. അയാളുടെ ജീവിതത്തിലേക്ക് മറ്റു പലരും കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് സജിൻ ചെയ്യുന്ന രാജേന്ദ്ര പ്രസാദ് എന്ന ക്യാരക്ടർ കടന്നു വരുമ്പോൾ പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ മിനി എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരി വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. ആ നാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവരെ എല്ലാവരും എങ്ങനെയാണ് സേതുവിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത്
ഹാസ്യരൂപേണി അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിന്റെ രൂപത്തിൽ കുറച്ച് ഇമോഷണലായിട്ട് കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് പറഞ്ഞു പോകുന്ന സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യം. അതിൽ ഈ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ അത് രസകരമായിട്ടുള്ള രീതിയിൽ ഇമോഷണലായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് രതീഷ് പുതുവാൾ എന്ന സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ചാക്കോച്ചന്റെ കംബാക്ക് പീരീഡ് ഉണ്ടായിരുന്നു. അതായത് ഈ ട്രാഫിക് മുതലിക്കോട്ടുള്ള സിനിമാസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ചാക്കോച്ചൻ ജസ്റ്റ് റൊമാൻറ്റിക് ഹീറോയ്ക്ക് അപ്പുറത്തേക്ക് എന്താ പറയാ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നു, ഇവൻ വില്ലൻ ഉൾപ്പെടെ. അപ്പം ഇതിനുള്ള കോൺഫിഡൻസ് എവിടെ നിന്നായിരുന്നു? ഇതിൽ ക്ലീഷേഴ്സ് എല്ലാം പൊടിച്ചെടുക്കണമെന്നൊക്കെ തോന്നിയിരിക്കുന്നത്. ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് പ്രേക്ഷകർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പൊ അത് തുടക്കകാലത്ത് സിനിമയെ സ്നേഹിക്കാതെ ആഗ്രഹിക്കാതെ വന്ന ഒരാളാണ് ഞാൻ. ആ സ്നേഹം പ്രേക്ഷകർ എന്നോടുള്ള സ്നേഹം തിരിച്ചറിയുകയും അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല കഥാപാത്രങ്ങളോടും സിനിമകളോടും ആവണം എന്നുള്ള തിരിച്ചറിവിന്റെ പുറത്താണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ശ്രമവും യാത്രയും തുടങ്ങിയത്. ഒരു 5-6 കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകൾ, വ്യത്യസ്തമായ സിനിമകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും കുറച്ചുകൂടെ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ചെറിയ ക്യാരക്ടറുകളിലൂടെ അല്ലെങ്കിൽ ചെറിയ റോളുകളിലൂടെ ആണെങ്കിലും എല്ലാം ട്രാഫിക്കൊക്കെ അങ്ങനത്തെ രീതിയിൽ ഒരു കഥാപാത്രത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇമേജ് ചേഞ്ചിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ കുറെ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ചെയ്യാതെ ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാളിപ്പോയിട്ടുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് കഴിഞ്ഞിട്ട് ഒരു വളരെ പതുക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ നടന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായിക്കൊണ്ട ഒരാളാണ്. അതിന്റെ പുറകിൽ കുറെ അധ്വാനങ്ങളുണ്ട്, കുറെ തിരസ്കാരങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, എല്ലാം അതിന്റെ ഭാഗമാണ്. Thank you, Chakosha. Next question. എക്സ്പീരിയൻസ് ആവട്ടെ. അപ്പം ഇങ്ങനൊരു കോമ്പറേഷൻ, ഇങ്ങനൊരു കഥ കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫസ്റ്റ് മൈൻഡിൽ തോന്നിയത്? നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ള കഥയാണോ, പ്രേക്ഷകർക്ക് എന്തായിരിക്കും ഇതിൽ കിട്ടാത്തൊരു തോട്ട് ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു? ബ്രോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിൽ തന്ന ഡയറക്ടറാണ് രതീഷ്. അപ്പോൾ എന്തെങ്കിലും പുള്ളിയായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റുന്ന ഒരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു ഓഫർ വരുന്നത്. അപ്പോൾ ചാക്കോച്ചൻ വിളിച്ചിട്ടാണ് ഞാൻ പിന്നെ പോയി കഥ എഴുതുന്നതും. അപ്പോൾ നമുക്ക് പ്രൂവ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ നമുക്ക് ഈ പറഞ്ഞത് കൂടുതൽ ഒന്നും സ്ക്രിപ്റ്റ് വായിച്ച് കൺവിൻസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഓഫർ വന്നപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്യാം. പിന്നീട് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അതിലൊരു ലെയർ, രതീഷായിട്ട് ഒരു മീറ്റർ, ക്യാരക്ടർ ആർക്ക്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ഫാമിലിയോട്ട് വന്ന് കയറിയിട്ടുള്ള ഒരു മൊമെന്റ്സും ആ പാട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ഓൾറെഡി 3 പേരും ഷർട്ടില്ലാതെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് കാണുമ്പോൾ കുറച്ചുകൂടി ആൾക്കാർ ഭയങ്കര അറ്റാച്ച്മെന്റ്, ഭയങ്കര ഒരു ഫ്രഷ്നെസ്, ഒരു പുതുമ വരുന്നുണ്ട്, വെൽക്കമിങ് ഫീൽ ഒക്കെ വരുന്നുണ്ട് പടത്തിൽ. അപ്പൊ അത് ഗ്രാജുവലി പിന്നെ എന്താ സംഭവിക്കണം എന്നുള്ള പടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ദിലീഷിന്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ചാക്കോച്ചിന്റെ ഒപ്പം ചാവേറിന് ശേഷം വർക്ക് ചെയ്യുന്ന സിനിമ. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡയറക്ടേഴ്സ് ആക്ടറാണ് ഞാൻ. അപ്പോൾ ദിലീഷിന്റെ വർക്ക് ചെയ്യുമ്പോൾ ആഫ്രിക്കൻ എടുത്തോന്നൊരു കാര്യമുണ്ട്. പൂജയുടെ സമയത്ത് ഇതൊരു പേടിക്കുന്ന കാര്യമൊന്നുമില്ല, ചൂട് ഡയറക്ടറിനെ അനുസരിച്ചിട്ടാണ് വിളിച്ചത്. കാരണം ഇതിന് മുന്നേ ഒരു മറ്റേ കനലിന്റെ അമേരിക്ക എക്സ്പീരിയൻസ് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെയാണ് രതീഷിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയത്. അല്ല, ചിദംബരം ആണെങ്കിലും ഞാൻ ജാനമ്മലില് ചിദംബരം ഡയറക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരുമിച്ച് ആർട്ടിസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു. വയനാടൊക്കെ ആയിരുന്നു ഷൂട്ട്. എല്ലാവരും ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ പോലെ തന്നെ നമ്മൾ ഒരുമിച്ച് ഒരു കുറച്ച് ഡേയ്സ് ഒരുമിച്ചുണ്ടായിരുന്നു. ചെയ്യാൻ പറ്റി. ഒരു ഡിഫറെന്റ് ഗെറ്റപ്പിൽ ഒക്കെ ചെയ്യാൻ പറ്റി. ക്യാരക്ടർ അങ്ങനെ തന്നെ ഇരിക്കും. എല്ലാവർക്കും പടം കാണുമ്പോൾ മനസ്സിലാവും. താങ്ക് യു.